പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424233916. ഗാനലോകത്ത് വിസ്മയം തീർത്ത മോളി റാവു ഇന്ന് ജീവിത വഴികളിൽ നേരിടുന്നത് കടുത്ത വേദനകളാണ്. ഒരു കാലത്ത് ഗാനമേള വേദികളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഗായിക കൂടിയായിരുന്നു മോളി റാവു. ജീവിതം വഴിമുട്ടിയതോടെ തൊഴിലുറപ്പ് തൊഴിലിറങ്ങിയിരിക്കുകയാണ് ഈ ഗായിക. ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് ലോകത്തെ ആവേശഭരിതമാക്കിയ ഇശൽ നക്ഷത്രം, തിരൂർ ആലത്തിയൂർക്കാരുടെ സ്വന്തം മോളി റാവു. 1979കളിൽ മാപ്പിളപ്പാട്ട് വേദികളിലെ നിറസാന്നിധ്യം. या मुज़म्मिल मुस्तफा वे सलाम, या रसूले सलाम, या सफिये सलाम, या मुज़म्मिल मुस्तफा वे सलाम, या मुज़म्मिल मुस्तफा वे सलाम, या रसूले सलाम. കാരുണ്യത്തിന്റെ കാതലായുദിച്ചവരെ, കാട്ടിമുല്ലമ്പിയാവെ പരൻ സ്തുതിച്ചവരെ, പൂർണ്ണവേദത്തിൻ പൂങ്കതിരൊളി വിതച്ചവരെ, പൂർണ്ണവേദത്തിൻ പൂങ്കതിരൊളി വിതച്ചവരെ, യാ റസൂലേ സലാം, യാ സഫിയേ സലാം, യാ മുസമ്മിൽ മുസ്തഫാ വേ സലാം, യാ മുസമ്മിൽ മുസ്തഫാ വേ സലാം. വർഷങ്ങൾക്കിപ്പുറം ആലത്തിയൂർ അമ്പലപ്പടിയിലെ അനുപല്ലവിയിൽ നിന്നും യാ റസൂലെ എന്ന ഗാനം ഒന്നുകൂടി കേട്ടു. എന്നാൽ ശബ്ദമിടറുന്നുവെന്ന് പറഞ്ഞ പാട്ട് നിർത്തിയപ്പോൾ ഹാർമണി കമ്പികളിലേക്ക് കണ്ണുനീർ ഇടർന്നു വീഴുകയായിരുന്നു. വിധിയെ പഴിക്കാതെ തന്റെ പഴയ സംഗീത ലോകത്തേക്ക് പോവുകയായിരുന്നു മോളി റാവു. തമിഴ് ചലച്ചിത്ര സംഗീത സംവിധായകൻ നാരായണ റാവുവിന്റെ മകളാണ് മോളി റാവു. പിതാവ് നാരായണ റാവു മംഗലാപുരത്തുകാരൻ, കുടുംബവുമൊത്ത മലപ്പുറത്തേക്ക് കുടിയേറുകയായിരുന്നു. തുടർന്ന് സംഗീതോപകരണ അധ്യാപനത്തോടൊപ്പം മക്കളുമൊത്ത കല്യാണാഘോഷങ്ങളെ രാഗാർദ്രമാക്കി. പിന്നീട് മലബാറിലെ കല്യാണ വീടുകളിലെ ആഘോഷങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ട്രൂപ്പായി മാറി. കൂടെ മോളി റാവുവിന്റെ സംഗീത ലോകത്തെ വളർച്ചയും. പിന്നീടെപ്പോഴും കല്യാണ പ്രോഗ്രാമുകളിൽ വച്ചാണ് മോളി റാവു മാപ്പിളപ്പാട്ടിലേക്ക് തിരിയുന്നത്. ഇതോടെ മോളി സമ്പൂർണ്ണ ഗായികയാവുകയായിരുന്നു. 91 കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ കുറച്ച് കാലം അവിടെയൊക്കെ പോയി. പിന്നെ മോളെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ആ സമയത്താണ് ഏട്ടൻ മരിച്ചത്, ജഗദീഷ് ഏട്ടൻ. അപ്പോൾ ഏട്ടനില്ലാത്തപ്പോൾ ഒരു കമ്പനി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഈ നാട്ടിൽ തിരൂർ ഭാഗത്ത് കിട്ടുന്ന ചെറിയ ചെറിയ പ്രോഗ്രാംസിന് പോയിട്ട് അങ്ങനെ ജീവിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ തൽക്കാലം ഇത് സ്ഥലം വാങ്ങിയിട്ട് ഒരു ചെറിയ വീടൊക്കെ സംഘടിപ്പിച്ചു. അപ്പോഴത്തേക്ക് പ്രോഗ്രാമിൻ്റെ ഒരു ട്രെൻഡ് മാറി. എന്താ വെച്ചാൽ നമ്മളെ കൂടെ വന്നിരുന്ന ഫിറോസ് ബാബു, നൗഷാദ്, അതുപോലെ പിന്നെ ഷാബായിൻ്റെ കുട്ടികൾ, നൗഷാദിൻ്റെ അനിയൻ റിയാസ്, ഇവരൊക്കെ ദുബായിക്ക് പോയി. അപ്പോൾ ആ ട്രൂപ്പ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോയി. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ട്രൂപ്പുകളായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് കിട്ടിയതിന് പോവും, ഗാനമേളകൾക്ക് ഈ ഭാഗത്തൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ പരിപാടിക്ക് പോകും എന്നല്ലാതെ. പിന്നെ ആ വലിയ വലിയ പ്രോഗ്രാംസൊക്കെ നിർത്തി. മറ്റേത് ബോംബെ, മദ്രാസും ഒക്കെ ഹിന്ദി, തമിഴ്, കന്നഡ പാട്ടുകൾ, കന്നഡ പാടുമായിരുന്നു ഞാൻ. അതൊക്കെ നിർത്തി വീട്ടിൽ തന്നെയായിരുന്നു. ഇതോടെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരായ വിയൻകുട്ടി, KT മുഹമ്മദ് കുട്ടി, MV മുഹമ്മദ്, എരഞ്ഞോളി മൂസ, പള്ളിക്കൽ മൊയ്തീൻ തുടങ്ങിയവർ മോളിയെ തേടിയെത്തി. കേരളത്തിലും പുറം നാടുകളിലുമായി നിരവധി പരിപാടികളാണ് നടത്തിയത്. എന്നാൽ ഇതിന്റെയെല്ലാം നോട്ടീസുകൾ മാത്രമാണ് ശേഷിപ്പുകളായി മോളിയുടെ കയ്യിലുള്ളത്. ഇതെല്ലാം ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സ്വന്തമായി 2 ഗ്രാമഫോണുകളിൽ 8ഓളം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരുന്നു. വിവാഹശേഷം മോളിക്ക് സംഗീത ലോകത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. ഇത് മോളിയെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. പിന്നാലെ തൈറോയ്ഡ് രോഗം കൂടി വന്നു. ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്തായിരുന്നു, ഞാൻ പറഞ്ഞില്ല, കോവിഡായിട്ട് വന്നു. 1 വർഷം ഇപ്പോൾ വീട്ടിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി അതിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ ഭക്തി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനോടാണ്. പിണറായി ചേട്ടൻ നമുക്ക് അത്യാവശ്യം അരി സാധനങ്ങളൊക്കെ വീട്ടിലെത്തിക്കുന്നുണ്ടല്ലോ, കിറ്റുകൾ എല്ലാം.
പെൻഷൻ്റെ കാര്യം കൂടി കഴിഞ്ഞ് ശരിയായി. പിന്നെ ഇപ്പോൾ അവിടെ വീണ്ടും പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രായമായില്ലേ, ഇപ്പോൾ കാലുവേദന, ഇതേപോലെ സൗണ്ടിന് പല വെള്ളത്തിലും കുളിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകണ്ടെന്ന് ഇപ്പോൾ മോളും അവരൊക്കെ പൊതുവെ ഉള്ളൊരു അഭിപ്രായമുണ്ട്. ദൂരേക്ക് പോകണ്ട, പക്ഷെ താമസിക്കാൻ വീടുണ്ടല്ലോ, പിന്നെ ഇത് മാത്രം മതിയല്ലോ, ക്യാഷ് മതി ജീവിക്കാൻ, അത് അധികമൊന്നും വേണ്ട, കുറച്ചുണ്ടെങ്കിൽ മതി പെൻഷൻ. പിന്നീട് കഴിഞ്ഞ 5 വർഷം എറണാകുളത്തെ ഒരു കോൺവെന്റിൽ വാർഡനായി ജോലി ചെയ്യുകയായിരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് പോരേണ്ടി വന്നു. 60 വയസ്സ് തികഞ്ഞുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ കലാകാരന്മാർക്കുള്ള പെൻഷൻ അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കിറ്റുകളുള്ളത് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. കോവിഡ് കാലം കഴിഞ്ഞാൽ തൊഴിലുറപ്പ് ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ് ഈ കലാകാരി. ഒരു കാലത്ത് സംഗീതം ജീവനോപാധിയായിരുന്ന ഈ കലാകാരിക്ക് ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യമാകുമെന്നറിയില്ല. എന്നിരുന്നാലും പഴയകാല മാപ്പിളപ്പാട്ടുകളിലെന്നും മോളിൽ തിളങ്ങി തന്നെ നിൽക്കും. ക്യാമറമാൻ മുഹമ്മദ് യാസിനോടൊപ്പം പ്രകാശ് പോക്കാട്ട്.